ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കണ്ണൂരിൻ്റെ സ്പെഷ്യലായ പുതിയാപ്പിള കോഴി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കേൾക്കുമ്പോൾ എന്താണ് പുതിയാപ്പിള കോഴിന്ന്? കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിളാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഷാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടി പാലെടുക്കണം. ഇനി ഞങ്ങൾക്ക് ഈ ചിക്കനിലൊന്ന് വരയിട്ടെടുക്കാം. ഫുൾ കോഴിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ കോഴിക്ക് ഞാനൊന്ന് എല്ലായിടത്തും വരഞ്ഞു കൊടുക്കട്ടെ. എല്ലായിടത്തും നന്നായിട്ട് വരയണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ ചെന്നിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ്, മുളക്, കാശ്മീരി ചില്ലി പൗഡറാണ്, മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ, ഇത് കുഴക്കാനായ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. പക്ഷേ ഫുൾ വെളിച്ചെണ്ണ വേണമെന്നില്ല. വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ മസാലകൾ ചിക്കനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ വരഞ്ഞ് കൊടുത്തില്ലേ, ആ വരേൻ്റെ ഇടയിലൂടെ ഉള്ളിലേക്ക് മസാലകളെ ഫ്ലേവർ എത്തണം. എന്നാലാണ് ഞങ്ങൾക്കിത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി ഉണ്ടാവും. അല്ലെങ്കിൽ ഈ വരൻ്റെ ഉള്ളിൽ വരഞ്ഞ് കൊടുക്കാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞാൽ പുറം മാത്രമേ ഒരു മസാലൻ്റെ രുചി ഉണ്ടാവും, ഉൾഭാഗത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് വരയിട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഈ മസാലകൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായി ഉള്ളിലെത്തുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ചിക്കന് മസാല ഒക്കെ തേച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആകുമ്പം ബാക്കിയുള്ള ഓയിലിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു സൈഡായപ്പം ഞാൻ മറിച്ചിടുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളു വേവാത്ത പുറം കരിഞ്ഞു പോകും. എല്ലാ ഭാഗത്തും കുക്കാവുന്ന വിധത്തിൽ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയം തന്നെ ചായക്കുള്ള കല്ലുമ്മക്കായും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ 2 ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കണം, വഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് വഴന്ന് വരും. അങ്ങനെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ്, അല്ലാണ്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കരുത്. ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. ഒന്ന് അതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞങ്ങൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലേ അതിനൊരു മസാലക്ക് അതിൻ്റെ ഒരു രുചി കിട്ടും. മസാല എണ്ണയൊക്കെ അടങ്ങിയിട്ട് നല്ലോണം മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മസാല ഒന്നെല്ലാം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി ചേർത്ത് മസാലയൊക്കെ ഒന്ന് നല്ല സെറ്റായി വന്നാൽ നമുക്കിതിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ആക്കി വെച്ച ചിക്കന് ഈ മസാലയൊക്കെ ഇട്ടിട്ട് മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് മസാലയൊക്കെ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഫുൾ തേങ്ങാപ്പാൽ ഒരുമിച്ച് ഒഴിക്കണ്ട. പകുതി ഒഴിച്ചിട്ട്
എല്ലാ സൈഡും ആയിക്കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഞങ്ങൾ ചിക്കന് വാരിയിട്ട് കൊടുത്തില്ലേ, അതുകൊണ്ട് എല്ലാം ഉള്ളിലേക്ക് എത്തും. അങ്ങനെ എല്ലാം സ്ഥലത്തും തേങ്ങാപ്പാൽ എത്തിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് അരക്കുന്ന സമയമാകുമ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ട് സൈഡും മറച്ചിട്ടിട്ട് ഈ തേങ്ങാപ്പാൽ ഉള്ളിലെത്തുന്ന വിധത്തിൽ എല്ലാ സൈഡും മറച്ചിട്ടിട്ട് ഈ ചിക്കന് ഈ തേങ്ങാപ്പാലിലൊന്ന് വെന്ത് വരണം. അതായത് ഞങ്ങൾ ഫ്രൈ ചെയ്തിന്, എന്നാലും ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്ന് ചിക്കന് നല്ല സോഫ്റ്റായിട്ട് വരും. ആദ്യം ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഒരു 2 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പ് ഉണ്ടാക്കാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ എണ്ണ ചൂടായാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഇതിപ്പോൾ കുറച്ചധികം ചൂടായിട്ടുണ്ട്. നിങ്ങൾ കറിവേപ്പില ഒന്ന് ചൂടായാൽ ഈ താളിപ്പ് ചിക്കൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം പുതിയാപ്പിളക്കോഴി. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.